ഒരിക്കലും ഒരു പെൺകുട്ടി എന്നോട് പറയാണ്, അച്ഛാ അമ്മ പറയുന്നതിന് എല്ലാത്തിനും ഞാൻ ദേഷ്യപ്പെടുവാണ്, തിരിച്ച് പ്രതികരിക്കും. എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത് 100% അറിയാം. പക്ഷേ എങ്കിലും എനിക്കറിയില്ല, ഞാൻ ഇന്ന് പ്രതികരിച്ചു പോവാണ്, ദേഷ്യപ്പെട്ടു പോവാണ്. ഒരു പബ്ലിക് മീറ്റിങ്ങിനിടയ്ക്ക് ഒരു അമ്മ ഒരു പയ്യനോട് എന്തോ പറഞ്ഞു, അവനത് ഇഷ്ടപ്പെട്ടില്ല. അവൻ പരസ്യമായിട്ട് അമ്മേനെ ഷൗട്ട് ചെയ്യണം. ഒരു പയ്യൻ പറയാണ്, അച്ഛാ എൻ്റെ അമ്മയ്ക്ക് ഒരു ബോധവുമില്ല, വെറും മണ്ടിയാണ്. ഇപ്പോഴുള്ള കുട്ടികളെ എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് തോന്നാം, ഒരുപക്ഷെ ശരിയായിരിക്കാം, നിങ്ങളുടെ അത്രയും വിദ്യാഭ്യാസം നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഇവർ പറയുമ്പോൾ ഒരു കുറച്ചിൽ തോന്നാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും, എന്ത് ലോജിക്കില്ലാത്ത വർത്തമാനമാണ് പറയുന്നത്, അപ്പോൾ നമ്മളിങ്ങനെ പ്രതികരിക്കാം. കുട്ടികളെ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം പറഞ്ഞാലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാലും അപ്പനും അമ്മയും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റുമോ? ഒരുപക്ഷെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ രാത്രി മുഴുവനും അധ്വാനിച്ച് മടുത്ത് കയറി വരുന്ന പത്രോസ്, ഈശോ പറയാണ്, നീ ഇച്ചിരി ആഴത്തിലേക്ക് മാറ്റിയെന്ന് വലയിട്ട് നോക്കി. പിന്നീട് കാണുന്നത് എന്താണ്? അത്ഭുതമാണ്. ഈ പത്രോസിന് വേണമെങ്കിൽ പറയായിരുന്നു, ഞാൻ ഇത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു മുക്കുവനാണ്, ഇയാൾ ഒരു തച്ചൻ്റെ മകനാണ്, ഇവൻ എന്ത് പണി അറിയാം, ഒരു ABCD പോലും അറിയാൻ പാടില്ലാത്ത ഇവൻ വന്നിട്ട് അങ്ങോട്ട് മാറ്റി, അത് രാത്രി മുഴുവൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തളർന്നിരിക്കുന്ന എന്നോട്. അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കായിരുന്നു. പക്ഷേ ഈ പത്രോസ് അതിനൊന്നും പറഞ്ഞില്ല. പത്രോസ് എന്താ പറഞ്ഞത്? ഞങ്ങൾ രാത്രിയൊക്കെ അധ്വാനിച്ചു എന്നുള്ളത് സത്യമാണ്, പക്ഷെ എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. അങ്ങനെ വല കീറുവോളം ഇവർക്ക് മീൻ കിട്ടുകയാണ്. ഇത് മാത്രമല്ല, അടുത്തുള്ള കൂട്ടുകാരെയും വിളിക്കുകയാണ്. അങ്ങനെ 2 വള്ളകൾ നിറച്ച് മീൻ ശേഖരിക്കുകയാണ് ഇവർ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ചും ഇതുപോലെ ചോദിക്കായിരുന്നു. വെറും പച്ചവെള്ളം നിറച്ചിട്ട് അവൻ പറയാണ് കൊണ്ടേ കൊടുക്കാനായിട്ട്. എന്ത് ലോജിക്കാ ഉള്ളത്? നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞൊരു എത്തും പിടിയും കിട്ടത്തില്ല. പക്ഷെ അവരനുസരിച്ചു. ഇതാണ് ഈ അനുസരണത്തിന്റെ കൃപ എന്ന് പറയുന്നത്. നമ്മുടെ അധികാരികളായിക്കൊള്ളട്ടെ, അധ്യാപകരായിക്കൊള്ളട്ടെ, മാതാപിതാക്കളായിക്കൊള്ളട്ടെ, നിങ്ങൾ അനുസരിക്കുമ്പോൾ നിങ്ങൾ പിന്നീട് കാണാൻ പോകുന്ന അത്ഭുതമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കൃപകൾ നിറയാൻ തുടങ്ങും. അതിൽ ഈശോ പറഞ്ഞത് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയുന്നില്ല. അനുസരിക്കുമ്പോഴാണ് കൃപയൊഴുകുക. ഈ അനുസരണം ഒരു അടിമത്വമല്ല, തോറ്റുകൊടുക്കലുമല്ല. അങ്ങനെ ചിന്തിക്കണ്ട. അനുസരിക്കുമ്പോൾ നീ ദൈവകൃപയിൽ നിറയുകയാണ്.